എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ താടിക്കാരൻ അപ്പാപ്പനും ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സും അവരെല്ലാവരും ചേർന്ന് പെക്കെ ഇട്ടിച്ച് തകർക്കുകയാണ്. അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ തകർന്ന് താഴെ വീഴുകയാണ്. ജനങ്ങളാണെങ്കിൽ പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടും. പക്ഷെ അപ്പാപ്പനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷം. വാവ്, ഞാൻ അവനെ തകർത്തു, എനിക്ക് വീണ്ടും സ്ട്രോഹാറ്റ് ലൂഫിയോട് നന്ദി പറയണമെന്ന് പറഞ്ഞ് അപ്പാപ്പൻ ഓടുകയാണ്. അതേസമയം ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ആ ബുള്ളിന്റെ മുകളിൽ കയറി അങ്ങനെ ഡോഫ്ലമിംഗോയെ ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് കുതിക്കും. ഇവിടെ സായും ബൂവും ആണെങ്കിൽ ആ വില്ലന്മാരെ അട്ടിച്ച് തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് പീക്ക ചുറ്റും നോക്കും. അവിടെ എവിടെയും ഇപ്പൊ ലൂഫിയെ കാണാനില്ല. അവനോട് പോയി എനിക്ക് അവനെ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് കലിപ്പില് അവൻ അവിടെ മുഴുവൻ നോക്കുകയാണ്. ഇവിടെ ലൂഫിയെ തടയാൻ ശ്രമിക്കുന്നവരെ എല്ലാവരെയും അവന്റെ കൂടെ മത്സരിച്ച ആളുകള് ലൂഫിയോടുള്ള നന്ദിയെ ചൊല്ലി അവരെ അടിച്ചീഞ്ച പരുവാക്കും. ഡോഫ്ലമിംഗോടെ ആൾക്കാരെ എല്ലാവരെയും അവർ തല്ലി തല്ലി കൊല്ലുകയാണ്. സോ ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ യാതൊരു പ്രശ്നവും ഇല്ല. എല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് അവൻ മുൻപോട്ടേക്ക് കുതിക്കും. അതേസമയം ചുന്ദരം പൈലറ്റ് അവനാണെങ്കിൽ ഭയങ്കര ഇമാജിനേഷനിലാണ്. ഡോഫ്ലമിംഗോയെ അവനെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ ഈ ന്യൂ വേൾഡിലും മൊത്തത്തിലുള്ള വേൾഡിലും പിന്നീട് ഞാൻ തന്നെയായിരിക്കും ഫേമസ്. കാരണം ഇത്രയും വലിയൊരു വാർലോഡിനെ കൊല്ലുന്ന ഒരിക്കലും ഒരു നിസ്സാര കാര്യമല്ല. ന്യൂസ് പേപ്പറുകളിലും TV ചാനലുകളിലും എല്ലാം തന്നെ പിന്നീട് എൻ്റെ ഫോട്ടോ ആയിരിക്കും. അതിന് കൊടുക്കാൻ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു വെക്കണം. നല്ല ബ്രൈറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഉള്ള കുറച്ച് ഫോട്ടോസ്, പറ്റിയ കുറച്ച് പോസും പഠിക്കണം എന്ന് പറഞ്ഞ് അവൻ പോസൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ ഷോ ഓഫ് ഒന്നും തീരെ ഇഷ്ടാവില്ല. അവനെ ചവിട്ടി താഴേക്കിടുകയാണ്. അതിനുശേഷം ബാക്കിയുള്ളവരോട് വീണ്ടും ലൂഫി റിക്വസ്റ്റ് ചെയ്ത് പറയും, ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ പിന്നാലെ വരരുത്, അവനെ കൊല്ലാൻ പോകുന്നത് ഞാനാണ്. റെബേക്കയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു, എന്റെ കൈകൊണ്ട് തന്നെ ഡോഫ്ലമിംഗോയെ കൊല്ലുവെന്ന്. സോ നിങ്ങൾ ആരെയും ഞാൻ അതിന് അനുവദിക്കില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് പെക്കയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര ദേഷ്യത്തില് ചുറ്റും നോക്കുകയാണ്. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് ലൂഫി ഒരു ബുള്ളിന്റെ മേലെ ഓടിപ്പോകുന്നത്. ഇത്തവണ സ്ട്രോഹാറ്റ് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആക്ഷനൊക്കെ ഇട്ട് കൈ ചുരുട്ടി ലൂഫിക്ക് നേരെ നീട്ടും. അത് കണ്ട അപ്പാപ്പനും ആളുടെ അസിസ്റ്റൻസും അവരാണെങ്കിൽ വീണ്ടും പിക്കയെ നേരിടാൻ തയ്യാറാവും. സോറോ വിളിച്ചു പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അവനെ പൂർണ്ണമായിട്ടും തകർക്കാൻ കഴിയില്ല. അവനത് പറയുമ്പോഴേക്കും പിക്കയുടെ കയ്യ് അതങ്ങനെ അവരുടെ ക്ലോസ് എത്തിയിരിക്കുകയാണ്. കപ്പടാമീശക്കാരൻ നിലവിളിച്ച് പറയും, വായോ, ഇത്രയും വേഗം നമുക്ക് ഇവന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാം. അവര് പറഞ്ഞതുപോലെ ഇവനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. അവരാണെങ്കിൽ ഓടി രക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ പിക്ക കൈകൊണ്ട് ആഞ്ഞെട്ടിക്കുകയാണ്. ആ ഫോഴ്സിൽ ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ഓരോ ഭാഗത്തേക്ക് അച്ചരം പൊച്ചരം തെറിച്ചു പോവാണ്. പിക്കയാണെങ്കിൽ വീണ്ടും പറയും, ഒരു കാരണവശാലും ഇത്തവണ നിങ്ങൾ ആരും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നെ കളിയാക്കിയവരെയും എന്നെ ഉപദ്രവിച്ചവരെയും ഡോഫ്ലമിംഗോയെ അദ്ദേഹത്തെ എതിർക്കുന്നവരെയും ഞാനിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ നിർത്താതെ അച്ചരം പൊച്ചരം ഇടിക്കും. പെക്കയാണെങ്കിൽ ലൂഫി എവിടെയെന്ന് തിരിഞ്ഞും മറിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ചെക്കൻ അവൻ ആ ബുള്ളിനെ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പോ പെക്കയുടെ ബോഡിയിലൂടെയാണ് മുകളിലേക്ക് പാഞ്ഞോടുക. ലൂഫി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അബ്ദുള്ളാന്നും പീറ്റെന്നും പേരുള്ള 2 പേര് ആ ബുള്ളിന്റെ മേലെയുണ്ട്. നിങ്ങളോടാരാ ഈ ബുള്ളിന്റെ മേലെ കയറാൻ പറഞ്ഞേ? അതിനെക്കൊണ്ട് സ്പീഡിൽ മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ 2 പേരും ഇപ്പൊ ഇവിടെ വെച്ച് താഴേക്ക് ഇറങ്ങണം. അതിനവര് പറയും, ഞങ്ങൾ 2 പേരും നിങ്ങളെ സഹായിക്കാനാണ് ഇതിന്റെ മുതുകിൽ കയറിയെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ PK ചൂണ്ടിക്കാണിക്കും. PK ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ വിടില്ല. അവന്റെ ശബ്ദം കേട്ട് ഇപ്പൊ അവർ 2 പേരും നിർത്താതെ ചിരിക്കാൻ തുടങ്ങും. പിക്കയാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ പിടിക്കാൻ കൈ നീട്ടും. അത് കണ്ട ലൂഫി അവന്റെ 2 കൈയും ഊതി വീർപ്പിച്ച് ഹോക്കി പവർ എടുത്ത് അവന്റെ തലയ്ക്ക് തന്നെ ആഞ്ഞൊരടി. ആ ഒരു അടിയില് അവന്റെ തല തകർന്നു പോകും. വാവ്, നമ്മുടെ ചെക്കൻ ലൂഫി അതിനെ തകർത്തു എന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പൊ തുള്ളിച്ചാടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ബ്ലൈൻഡ് മാനെ കാണിക്കും. ആൾക്ക് മനസ്സിലാവും ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ലൂഫി ആയിട്ട് ചേർന്ന് ഡോഫ്ലമിംഗോയ്ക്കെതിരെ തിരിഞ്ഞുവെന്ന്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വൈസ് അഡ്മിറൽസിനോടെല്ലാം തന്നെ ഇത്രയും വേഗം റോയൽ പാലസിലേക്ക് വരാനായിട്ട് ആ ബ്ലൈൻഡ് മാൻ പറയും. കട്ട് ചെയ്ത നമ്മുടെ കൈറോസ് അവനാണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ ആൾക്കാരോട് പറ്റും പോലെ ഫൈറ്റ് ചെയ്യും. അതേസമയം നോർമൽ ആയിട്ടുള്ള ആൾക്കാര് അവര് പതിയിരുന്ന് കൈറോസിനെ അറ്റാക്ക് ചെയ്യാണ്. അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ അവനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് കൈറോസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണെങ്കിൽ കൈറോസ് അവരെ തിരികെ അറ്റാക്ക് ചെയ്യാനോ ഉപദ്രവിക്കാനോ നിൽക്കില്ല. കൈറോസിന്റെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ഡോഫ്ലമിംഗോയെ തകർത്ത് ഈ രാജ്യം അത് തിരികെ പിടിക്കണം എന്നത് മാത്രമാണ്. ഡോഫ്ലമിംഗോയും അവന്റെ മെയിൻ ആൾക്കാരുള്ളത് ആ പാലസിലാണ്. മാത്രമല്ല ആ പാലസ് അവൻ അങ്ങനെ ഉയർത്തിയെടുത്ത് ദൂരത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. എത്രയും വേഗം എനിക്ക് പാലസിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ചാടി ഓടും. അവൻ അങ്ങനെ ഓടെ പരസ്പരം ജനങ്ങൾ അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് വെട്ടിയെറിയുന്നത് കാണും. അത് കാണുമ്പോൾ 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന
അതേ ഇൻസിഡന്റ് തന്നെയായിരിക്കും ഇപ്പൊ കൈറൂസിന്റെ മനസ്സിലേക്ക് വരിക. അന്ന് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേരുടെ ജീവൻ, അതുപോലെ ഇപ്പോഴും ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ നഷ്ടാവുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകൾ റബേക്ക, അവളെ ഞാൻ ഒരാപത്തിനും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ആളിപ്പോ ആ പാലസിനെ ലക്ഷ്യമാക്കി പോകും. അതേസമയം ഇവിടെ റോബിനും ടീമും ആണെങ്കിൽ ഇപ്പോഴും മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പച്ചത്തലേനാണെങ്കിൽ ഭയങ്കര സന്തോഷം. റോബിന്റെ കൈകളിൽ പിടിച്ചാണ് ഞാൻ മുകളിലേക്ക് കയറുന്നത്. അവർക്ക് അത്രയും നല്ല മനസ്സാണ്. സ്ട്രോഹാൻ ലൂഫിയുടെ ടീം അത് ശരിക്കും ഗ്രേറ്റ് ടീമാണ്. റബേക്കയ്ക്കാണെങ്കിൽ അവന്റെ ഓവറായിട്ടുള്ള സംസാരം അതൊട്ടും ഇഷ്ടാവില്ല. അവൾ അങ്ങനെ മുകളിലേക്ക് കയറുമ്പോഴായിരിക്കും ഒരു കത്തി അതങ്ങനെ വമ്പ ഫോഴ്സിൽ വന്ന് അവളുടെ അടുത്ത് തറച്ചു കയറുക. നമ്മുടെ ആൾക്കാർ ടെൻഷനായി താഴേക്ക് നോക്കും. ഒരു കൂട്ടം ആൾക്കാർ കത്തിയും തോക്കും കമ്പൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാരെ പിടിക്കാൻ മുകളിലേക്ക് കയറി വരികയാണ്. എല്ലാവർക്കും ഇപ്പൊ ആവശ്യം ഉസോപ്പിനെയാണ്. കാരണം ഉസോപ്പിന് 500 മില്യൺ ബറീസ് ആണ് ഇപ്പൊ അവന്റെ ബൗണ്ടി. റോബിൻ, റബേക്ക, ഉസോപ്പ് എല്ലാം കൂടെ കൂട്ടി 700 മില്യൺ ബറീസ് ആണ് അവരുടെ മുൻപിൽ പോകുന്നത്. അവരാണെങ്കിൽ ആക്രാന്തത്തോടുകൂടെ നമ്മുടെ ആൾക്കാരുടെ പിന്നാലെ വരും. ലൈഫ് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം, ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് അവര് പാഞ്ഞു വന്ന് ആദ്യം റബേക്കയുടെ കാലിൽ പിടിച്ച് വലിക്കാനായിട്ട് തുടങ്ങും. റബേക്കയ്ക്കാണെങ്കിൽ അവളുടെ കൺട്രോൾ പോവും. അവള് നിലവിളിച്ച് കരയും. അവിടുന്ന് കൈവിട്ടു പോയാ അവള് താഴെ വീണ് അട്ടിച്ചു മരിക്കും. റോബിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവൾ അവന്റെ ബോഡിയിൽ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് അവരെ അച്ചരം പൊച്ചരം അടിക്കും. റബേക്കയെ തൊട്ട നീ വിവരം അറിയുമെന്ന് പറഞ്ഞ് അവനെ അവള് തള്ളി താഴെ ഇടുകയാണ്. പച്ചത്തലേനാണെങ്കിൽ റോബിന്റെ പവറും ഫൈറ്റിംഗ് സ്കില്ലൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാതെ നിന്റെ ബാരിയർ പവർ അതുപയോഗിച്ച് അവരെ തകർത്ത് താഴെയിടും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവർ സേഫ് ആയിട്ട് ഇപ്പൊ മുകളിലെത്തും. അതിനുശേഷം റോബിൻ അവളുടെ കൈകളെല്ലാം തന്നെ തിരികെ എടുക്കുകയാണ്. റോബിന്റെ കൈകളിൽ പിടിച്ചിരുന്നവരെല്ലാവരും ഇപ്പൊ താഴെ വീണ് നിലവിളിക്കാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ആ പീക്കയുടെ തല അതാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൂഫി തല്ലി തകർത്തിരിക്കുകയാണ്. പിക്കയ്ക്കാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. കാറ്റ് പോയോ ബോധം പോയോ എന്നറിയാതെ ചുറ്റുള്ളവരെല്ലാവരും ആകാംക്ഷയോടുകൂടെ അവനെ തന്നെ നോക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓടിയ ബുള്ളിന്റെ മുതുകിൽ കയറും. പക്ഷെ സോറോ അവന് മനസ്സിലാവും ആ പിക്കയ്ക്ക് അവനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഉടനെ അവരുടെ തൊട്ട് മുൻപിൽ നിന്ന് യഥാർത്ഥ പിക്ക പുറത്തേക്ക് വരികയാണ്. അവന്റെ ശരിക്കുള്ള രൂപം കണ്ട് നമ്മുടെ ആൾക്കാരും എന്തിന് ആ ഒരു ബുള്ള് വരെ ഒരു സെക്കൻഡ് സ്റ്റെക്കായി പോവും. ബുള്ളാണെങ്കിൽ സഡൻ ബ്രേക്ക് ഇടും. പക്ഷെ എന്താ അങ്ങനെ തെന്നി പിക്കയുടെ തൊട്ട് മുൻപിൽ പോയി ബ്രേക്ക് പിടിച്ച് നിൽക്കുകയാണ്. പിക്കയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള വെപ്പൻ വെച്ച് ആഞ്ഞു വീശും. പക്ഷെ അപ്പോഴേക്ക് ലൂഫി അവൻ ആ ബുള്ളിനെ അങ്ങനെ തൂക്കിയെടുത്ത് മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് പോവുകയാണ്. ലൂഫിക്കാണെങ്കിൽ പിക്കയെ ഓർക്കുമ്പോൾ തന്നെ അവന്റെ ചിരി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ജോറോ ആണെങ്കിൽ അങ്ങനെ എടുത്തു ചാടി അവന്റെ ആ വെപ്പൻ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് തടയാണ്. അതേസമയം നമ്മുടെ ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, ജോറോ ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. ഞാൻ ആ ഡോഫ്ലമിംഗോയെ അവനെ എത്രയും വേഗം കണ്ടെത്തി എന്റെ കൈകൊണ്ട് തകർക്കും. പിക്കയാണെങ്കിൽ ഇപ്പോ ജോറോട് പറയും, മര്യാദക്ക് എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്ക്. നീ ഞാനുമായിട്ട് യാതൊരു ബാറ്റിലും ഇല്ല. എനിക്ക് വേണ്ടത് ആ സ്ട്രോഹാൻ ലൂഫിയാണ്. അതിന് ജോറോ പിക്കയുടെ വോയിസ് അത് ഇമിറ്റേറ്റ് ചെയ്ത് അവനെ കളിയാക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.